بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين ما بعد പ്രിയമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ മയ്യിത്തിനോടുള്ള കടമകളെക്കുറിച്ച്, നാം പരിപാലിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. മരിച്ചു കഴിഞ്ഞാൽ മയ്യിത്തിനെ വസ്ത്രം കൊണ്ട് മൂടിയിടുന്നതിനെക്കുറിച്ചാണ്, മറക്കുന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സിൽ സംസാരിച്ചത്. അതുപോലെ മയ്യിത്തിനെ കട്ടിൽ പോലുള്ള ഉയർന്ന സ്ഥലത്ത് കിടത്തുകയാണ് വേണ്ടത്. കട്ടിലിൽ തന്നെ കിടന്ന് മരണപ്പെട്ട ആളാണെങ്കിൽ പിന്നീട് മാറ്റേണ്ട ആവശ്യമില്ല. പക്ഷേ തറയിലോ മറ്റോ കിടന്ന മയ്യിത്താണെങ്കിൽ കട്ടിൽ പോലുള്ള ഉയർന്ന സ്ഥലത്ത് ആ മയ്യിത്തിനെ കിടത്തണം. എന്താ കാരണം? ലി അല്ലാ യുസീബഹു നദാവത്തുൽ അർള്, ഭൂമിയുടെ നനവ് ഈ മയ്യിത്തിന് ഏൽക്കാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഭൂമിയുടെ നനവ് ഏറ്റാൽ ഈ മയ്യിത്തിൻ്റെ ശരീരത്തിന് വ്യത്യാസങ്ങൾ വരും. അപ്പോൾ വൈലം യക്കുൻ ഫഅലൽ അർള്, ഇനി കട്ടലോ ഡെസ്കോ ബെഞ്ചോ ഒന്നും ഉയർന്ന അതൊന്നും ലഭിച്ചില്ല എങ്കിലോ ഫഅലൽ അർള്, ഭൂമിയുടെ മുകളിൽ തന്നെ കിടത്താം. ശാഫി മദ്ഹബിന്റെ കിതാബുകളിൽ അങ്ങനെ പറയുന്നുണ്ട്. കല്ലൂബിലൊക്കെ കാണാം, മഹല്ലിയ കല്ലൂബിലൊക്കെ കാണാൻ കഴിയും. എന്നാൽ ഹനഫി മദ്ഹബിലും ഇതേ അഭിപ്രായം തന്നെ പറയുന്നുണ്ട്. ഫയൂളഉ കമാ മാത അലാ സരീരിൻ മുജ്മർ ഐ മുബഹർ, കട്ടിലിൻ്റെ മേൽ മയ്യിത്തിനെ കിടത്തണം. പുകയ്ക്കപ്പെട്ട കട്ടിൽ, ഒറ്റയായി സുഗന്ധം പുകയ്ക്കപ്പെട്ട കട്ടിലിൽ കിടത്തുക. ഐ സലാസൻ ഔ ഹംസൻ, 3 or 5 ഇങ്ങനെ ഒറ്റയായിട്ട് സുഗന്ധം പുകയ്ക്കപ്പെട്ട കട്ടിലിൻ്റെ മേൽ കിടത്തുക. അതിൻ്റെ രൂപം എങ്ങനെയാണ്? കൈഫിയത്തുഹു അൻ യുദാറ ബിൽ മുജ്മറത്തി ഹൗല സരീരി, കട്ടിലിൻ്റെ ചുറ്റുഭാഗത്തും ഈ പുകയ്ക്കപ്പെടുന്ന ആ ചട്ടി പാത്രം അതുകൊണ്ട് ഇങ്ങനെ ചുറ്റുക. ഇത് ഹനഫി മദ്ഹബിന്റെ കിതാബിൽ കാണാം. അപ്പോൾ ഒറ്റയായി സുഗന്ധം പുകയ്ക്കൽ പ്രത്യേകം സുന്നത്താണെന്ന് കാണാൻ കഴിയും. അതേപോലെ കട്ടിലിൽ കിടത്തുക, അത് ഹനഫി മദ്ഹബിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ മയ്യിത്തിൽ നിന്നും നജസ് പുറപ്പെടാൻ സാധ്യത ഉണ്ട്. അങ്ങനെ നജസ് പുറപ്പെടാൻ സാധ്യത ഉണ്ടായാലോ അവിടെ ദുർഗന്ധം വരാനും സാധ്യതയുണ്ട്. ദുർഗന്ധം വന്നാലോ മയ്യിത്തിനോട് ഒരു അതൃപ്തി, ഒരു വെറുപ്പ് അവിടെ ഹാജരാകുന്നവർക്ക് ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വെറുപ്പും അതൃപ്തിയും ഒന്നും ഉണ്ടാകാതിരിക്കാൻ മരിച്ചത് മുതൽ മയ്യിത്തിൻ്റെ അടുക്കൽ സുഗന്ധ വസ്തുക്കൾ കത്തിക്കുകയോ പുകയ്ക്കുകയോ ചെയ്യൽ സുന്നത്താണ്. ശാഫി മദ്ഹബിന്റെ കിതാബിലുണ്ട്. ഉദ്ദേശം എന്താ? ഇപ്പം നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന സുഗന്ധ യശസ് ഒഴിച്ചുണ്ടാക്കുന്ന സാമ്പ്രാണിത്തിരി അല്ലെങ്കിൽ ചന്ദനത്തിരി എന്നൊക്കെ പറയുന്ന ഈ വസ്തു അല്ല. ചന്ദനം, കുന്തിരിക്കം മുതലായ വസ്തുക്കൾ, സാധനങ്ങൾ കൂട്ടി പൊടിച്ചുണ്ടാക്കുന്നതും പ്രത്യേക ചട്ടിയിലിട്ട് പുകയ്ക്കപ്പെടുന്നതും നല്ല സുഗന്ധം പരത്തുന്നതുമായ ഒന്നാണ് ഈ സുഗന്ധം പുകയ്ക്കപ്പെടേണ്ട വസ്തു. മയ്യിത്തിനെ കിടത്തിയ കട്ടിലിന് ചുറ്റും, കുളിപ്പിക്കുന്ന സ്ഥലത്തും, അതുപോലെ തന്നെ കഫൻ തുണിയിലുമെല്ലാം ഇങ്ങനെ പുകയ്ക്കൽ സുന്നത്താണ്. അപ്പോൾ ഇങ്ങനെ ശാഫി മദ്ഹബിലും ഹനഫി മദ്ഹബിലും ഇങ്ങനെ പുകയ്ക്കണം, കട്ടിലിന് മുകളിൽ കിടത്തണം, പുകയ്ക്കണം എന്നൊക്കെ പറഞ്ഞു. ഈ മയ്യിത്തിൻ്റെ മുകളിൽ, വയറ്റിൻ്റെ മുകളിൽ, ബത്നിഹി, മയ്യിത്തിൻ്റെ മുകളിൽ വെക്കണം, വയറ്റിൻ്റെ മുകളിൽ വെക്കണം. ഐ ഫൗഖമാ സത്രബിഹി ബദനഹു ഔ തഹതഹു, മയ്യിത്തിനെ മറച്ചിരിക്കുന്ന, മൂടിയിരിക്കുന്ന വസ്ത്രത്തിൻ്റെ മുകളിലോ, ശരീരം മറച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ മുകളിലോ താഴ്ഭാഗത്തോ വെക്കണം, വയറ്റിൻ്റെ മുകളിൽ.
ഏറ്റവും ഉത്കൃഷ്ടമായത് മറയുടെ മുകളിൽ, വസ്ത്രത്തിന് മുകളിൽ വെക്കലാണ്. ഷാഫി മദ്ഹബിന്റെ കിതാബ് തുഹഫയിലൊക്കെ കാണാൻ കഴിയും. എന്ത് വെക്കണം? ഷൈഉൻ സഖീലുൻ, ഭാരമുള്ള ചെറിയ കനമുള്ള ഒരു വസ്തു, എന്തെങ്കിലും വസ്തു വെക്കണം. മിർആത്തിൻ, കണ്ണാടി പോലെ, കണ്ണാടി പോലുള്ള എന്തെങ്കിലും ചെറിയ ഭാരമുള്ള വസ്തു മയ്യത്തിൻ്റെ വയറ്റിൻ്റെ മുകളിൽ വെക്കണം. അത് മറച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ മുകളിൽ വെക്കാം, അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ താഴെയായിട്ട് വെക്കാം. വയറ്റിൻ്റെ മുകളിൽ വെക്കുക. ഏറ്റവും നല്ലത്, ഉത്തമമായത്, ഉത്കൃഷ്ടമായത് വസ്ത്രത്തിന് മുകളിൽ വെക്കലാണ്. പക്ഷേ ഇന്ന് ഒരുപക്ഷെ അത് അരോചകമായി തോന്നിയേക്കാം, കാണികൾക്ക് അത് ഒരു വെറുപ്പുണ്ടാക്കിയെന്ന് വന്നേക്കാം. അങ്ങനെയൊക്കെയാണെങ്കിൽ വസ്ത്രത്തിൻ്റെ താഴെ ഭാഗത്ത് വെക്കാം, ഇല്ലെങ്കിൽ വസ്ത്രത്തിന് മുകളിൽ വെക്കലാണ് നല്ലത്. അപ്പം ഭാരമുള്ള വസ്തു എന്ന് പറഞ്ഞാൽ നഹുവശ 20 ദിർഹമൻ ഫാക്കസറ, 20 ദിർഹം അല്ലെങ്കിൽ അതിനേക്കാൾ ഒരല്പം കൂടുതൽ, അതായത് 60 ഗ്രാം, അത്രയും വെയിറ്റ്, ഒരല്പം കൂടിയാലും കുഴപ്പമില്ല, അത് വെക്കുക. അപ്പോൾ 60 ഗ്രാമിനേക്കാൾ കുറയാതിരിക്കുക, അതാണ് നല്ലത്. അങ്ങനെ കുറയാതിരിക്കുമ്പോൾ തന്നെ മയ്യത്തിൻ്റെ ജീവിതകാലത്ത് വയറ്റിൽ വെച്ചാൽ പ്രയാസമാകുന്ന അളവിൽ ഭാരമേറിയത് ആകാതിരിക്കുകയും വേണം. മയ്യത്തിന് വയറ്റിൽ വെച്ച, ജീവിതകാലത്ത് വയറ്റിൽ വെച്ചാൽ തന്നെ പ്രയാസമാണ് അങ്ങനൊരു വസ്തു. അത് 60 ഗ്രാം അല്ല, അതിനേക്കാൾ കുറച്ച് കുറവാണെങ്കിലും പ്രയാസമാണോ? എന്നാൽ അങ്ങനെ പ്രയാസമുള്ള അത് വെക്കരുത്, അതിനേക്കാൾ കുറച്ച് വെക്കാവുള്ളൂ. ഇത് ഷെർവാനിയിലൊക്കെ കാണാൻ കഴിയും. അപ്പോൾ എന്താണ് ഈ വസ്തു വെക്കുന്നതിൽ ഏറ്റവും ഉത്കൃഷ്ടമായത്? വക്കൗനുഹുമിനൽ ഹദീദി ഔല, ഇരുമ്പ് വസ്തു വെക്കലാണ് ഏറ്റവും നല്ലത്. ഭാരമുള്ള ചെറിയ വസ്തു എന്ന് പറഞ്ഞാൽ ഇരുമ്പാണ് ഏറ്റവും നല്ലത്. കാരണം ഉദ്ദേശിക്കുന്ന ലക്ഷ്യപ്രാപ്തിക്ക് കൂടുതൽ സാധ്യതകളും ചില രഹസ്യങ്ങളും ഇരുമ്പിൽ അടങ്ങിയിട്ടുണ്ട്, ഇരുമ്പ് വെക്കുന്നതിൽ. ഷഫീ മദ്ഹബിന്റെ കിതാബിൽ തുഹഫയിലൊക്കെ കാണാൻ കഴിയും. അപ്പം ഇങ്ങനെയുള്ള ഭാരമുള്ള വസ്തു, കണ്ണാടി പോലുള്ള വസ്തു, അത് തന്നെ ഏറ്റവും നല്ലത് ഇരുമ്പ്. ഇതെന്തിനാ വെക്കുന്നതില്ല? അല്ല യന്തഫിഹ, വയറ് ഊതി വീർക്കാതിരിക്കാൻ. അതിനു വേണ്ടിയാണ് ഇങ്ങനെ വസ്തുക്കൾ വെക്കാൻ, ഭാരമുള്ള വസ്തുക്കൾ വയറ്റിൽ വെക്കണമെന്ന് പറഞ്ഞത്. ഇനി ഇരുമ്പ്, ഫൈലം യക്കുൻ ഹദീദുൻ, ഇരുമ്പ് കിട്ടിയില്ലെങ്കിലോ ഫതീനുൻ അത്തബ്, പച്ച മണ്ണ്, കളിമണ്ണ്, അത് വെക്കുക വയറ്റിൻ്റെ മുകളിൽ, വയർ ഊതി വീർക്കാതിരിക്കാൻ. എന്നാൽ അല്പം ഭാരമുള്ളതല്ലേ വെക്കുന്നത്, അതുകൊണ്ട് മുസാഫ് എടുത്ത് വെച്ചേക്കാം എന്ന് വിചാരിക്കാൻ പാടുണ്ടോ? വയുസാനുൽ മുസാഫ് അൻഹു, ഈ ഭാരമുള്ള വസ്തു വെക്കുന്നതിനെ തൊട്ട് മുസാഫിനെ സൂക്ഷിക്കണം, മുസാഫ് എടുത്ത് വെക്കരുത്. വുജൂബൻ ഇൻ ഖീഫ തനജസുഹു, മയ്യത്ത് നജസാകുമെന്ന് ഭയപ്പെടുകയാണെങ്കിൽ നിർബന്ധമായിട്ട് മുസാഫ് വെക്കാൻ പാടില്ല മയ്യത്തിൻ്റെ വയറ്റിൻ്റെ മുകളിൽ. വൈല്ലാ ഫനദുബൻ, മയ്യത്ത് നജസാകുമെന്ന് ഭയപ്പെടുന്നില്ല എങ്കിൽ മുസാഫ് വെക്കാതിരിക്കൽ സുന്നത്താണ്, മന്ദൂബാണ്. അതുപോലെ തന്നെയാണ് വഖുതുബിൽ ഇൽമി കദാലിക, കിതാബുകൾ, ഇൽമിൻ്റെ കിതാബുകളും അതെടുത്ത് വെച്ചേക്കാം എന്ന് വിചാരിച്ച് മയ്യത്തിൻ്റെ വയറ്റിൻ്റെ മുകളിൽ കിതാബ് വെക്കരുത്. അത് തന്നെ നജസ് ഉണ്ടാകുമെന്ന് ഭയപ്പെടുകയാണെങ്കിൽ കിതാബ് വെക്കാതിരിക്കൽ നിർബന്ധമാണ്. നജസ് ഉണ്ടാകൂല എന്നാണ് എങ്കിൽ കിതാബ് വെക്കാതിരിക്കൽ മന്ദൂബാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ സൂക്ഷിച്ച് വേറെ ഇരുമ്പോ കണ്ണാടിയോ അല്ലെങ്കിൽ കളിമണ്ണോ എന്തെങ്കിലുമൊക്കെ വെക്കുക, ഏറ്റവും നല്ല ഇരുമ്പാണ്. ഇതാണ് ഷാഫി മദ്ഹബിൻ്റെ കിതാബിൽ. ഹനഫി മദ്ഹബിലും ഈ മയ്യത്തിൻ്റെ വയറ്റിൽ ഇരുമ്പ് പോലുള്ള ഇരുമ്പിൻ്റെ വസ്തു വെക്കണമെന്ന് കാണാം. വതൂദഉ ബത്നിഹി, മയ്യത്തിൻ്റെ വയറ്റിൻ്റെ മേൽ ഇരുമ്പ് വെക്കണം. ലിയല്ല യന്തഫിഹ, ഊതി വീർക്കാതിരിക്കാൻ. ഷാഫി മദ്ഹബിൻ്റെ കിതാബിൽ പറഞ്ഞതുപോലെ തന്നെ ഊതി വീർക്കാതിരിക്കാൻ വേണ്ടി മയ്യത്തിൻ്റെ ഉദരത്തിൽ, വയറ്റിൻ്റെ മുകളിൽ എന്തു വെക്കണം? ഇരുമ്പ് വെക്കണം. ഇതാണ് ഹനഫി മദ്ഹബിലും ഈ അഭിപ്രായം തന്നെ. അപ്പോൾ മരിച്ചാൽ തുണി കൊണ്ടൊക്കെ മൂടിയിടണം നമ്മൾ പറഞ്ഞു. ആ വസ്ത്രത്തിൻ്റെ മുകളിലോ താഴ്ഭാഗത്തോ, മുകളിൽ വെക്കലാണ് നല്ലതെന്ന് കാണാം. എന്നാൽ താഴ്ഭാഗത്ത് വെച്ചാലും കുഴപ്പമില്ല. അതിൽ വെക്കുന്നത് ഏറ്റവും നല്ലത് ഇരുമ്പിൻ്റെ വസ്തുവാണ്. അത് കിട്ടിയില്ലെങ്കിൽ കളിമണ്ണോ മറ്റെന്തെങ്കിലും വസ്തുക്കളാകാം
വയറ് ഊതി വീർക്കാതിരിക്കാൻ. ഈ കാര്യങ്ങൾ മരണപ്പെട്ട വ്യക്തിയിൽ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. അർഹമുർ-റഹീമായ തമ്പുരാൻ ഇത്യാദി കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ, മയ്യിത്തിനോടുള്ള കടമകൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, വന്യരായ ഗുരുനാഥന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, നാമുമായി ബന്ധപ്പെട്ടവർ ആരെല്ലാം ആരുടെ മണ്ണിൻ്റെ ചുവട്ടിലുണ്ടോ അവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മയും അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ ആരെല്ലാം ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ടോ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ അല്ലാഹു തആല മാറ്റി മനസ്സിനും ശരീരത്തിനും റാഹത്തും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.